ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സമയം 4 മണിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരിടത്ത് പോവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ യാശുവിന് കാതുകുത്തും കേട്ടോ. അപ്പോൾ 2 വയസ്സായി, ഞങ്ങൾ ഇതുവരെ കുത്തിയിട്ടില്ല. ഒരുപാട് അടുത്ത് പോകുമ്പോഴെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ മോനാണോ. മോനല്ല, മോളാണ്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളാട്ടോ. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, സിയ കം. എങ്ങോട്ടാ? ആണോ? വേറെ എവിടെ പോണ? കാതുകുത്തി. യാശു കരയുവോ? ചേട്ടൻ എന്ത് പറയപ്പം? പിന്നെ സമാധാനിപ്പിക്കുവോ കുഞ്ഞിനെ? ദേ ഇത് കണ്ടോ? ഇത് കണ്ടാൽ വിചാരിക്കും ഈ വീടിനകത്ത് ആള് താമസമേ ഇല്ലാത്തൊരു സ്ഥലമാണെന്ന്. പക്ഷെ അല്ല കേട്ടോ. അരമണിക്കൂർ കൂടി ഇതാ ഇവിടൂന്ന് വരുന്ന പരിപാടിയാണിത്. എന്ത് ചെയ്യാനാന്ന് ഒരു വിധത്തിൽ അറിയത്തില്ല. ഏകദേശം 1 മണിക്കൂർ മുന്നേ തൂത്തിട്ട മിറ്റമാണ്. വീണ്ടും ഇത് തന്നെ കേട്ടോ അവസ്ഥ. അപ്പം ഇനി എന്തായാലും നാളെ വന്നിട്ട് തൂക്കാം. ഇപ്പം സമയമില്ല. അപ്പം നമുക്ക് പോയിട്ട് വരാം. നമ്മളങ്ങനെ മലബാറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മോൾ ഓഫ് ട്രാവൻകൂറിലെ മലബാറിലാണ്. അപ്പം യാശുവിന് കാത് കുത്തുക, ഗൺഷൂട്ടാന്ന് പറഞ്ഞു. യാച്ചു ഇങ്ങോട്ട് നോക്കി, കാത് കുത്തുവാണോ? കമ്മിലെന്ത് യാശുവിൻ്റെ കമ്മിൽ കാണിച്ചേ? എവിടെ? എനിക്കുണ്ടല്ലോ നല്ല പേടിയാവുന്നു. വാക്സിൻ എടുക്കാൻ പോലും ഞാൻ കയറാറില്ല. ആ ഏട്ടനോട് പറഞ്ഞിട്ടാണെങ്കിൽ ഏട്ടൻ ഇഷ്ടം കയറുന്നില്ല. ഞാൻ തന്നെ പിടിച്ചോണ്ട് പോയിരുന്നു അതേന്ന് പറഞ്ഞിട്ടോ. എനിക്ക് പേടി, ഞാനങ്ങനെ വെച്ച് തട്ടിക്കൊടുക്കുമെന്ന്. യാച്ചു ചേട്ടൻ പേടിക്കട്ടെ അമ്മ? യാശു സിയാനും കൂടെ ഏട്ടൻ്റെ കൂടെ ഐസ്ക്രീം മേടിക്കാൻ പോയിട്ടോ. കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. ഒരെണ്ണം ഞാൻ കുത്തി. ആദ്യത്തെ അയാൾ പറഞ്ഞു കുത്തുമ്പോൾ പ്രശ്നമില്ല, രണ്ടാമത്തേതാണ് പ്രശ്നമെന്ന് പറഞ്ഞു. നല്ല കരച്ചിലായിരുന്നു കേട്ടോ. ഇനി 2 ദിവസത്തേക്കും ഉപ്പൊക്കെ തൊട്ട് വെള്ളയിടാൻ പറഞ്ഞു. നമ്മുടെയൊക്കെ സെക്കൻഡ് സ്റ്റേറ്റ് അടിക്കുന്ന കണക്കാണ്. അപ്പോൾ കുഞ്ഞായതുകൊണ്ട് കേട്ടോ എനിക്ക് പേടി. മാത്രമല്ല ഞങ്ങൾ വരുന്ന വഴിക്ക് കിംസിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഡെർമറ്റോളജി കണക്ട് ചെയ്ത് 1 hour അനസ്തേഷ്യ കൊടുത്ത് അവിടെ ഗോൾഡ് തന്നെയാണ് ആക്ച്വലി ഇടുന്നത്. അപ്പം ഇന്നില്ലാന്ന് പറഞ്ഞു, ഇനി മൺഡേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ഇതിനായിട്ട് അറിയാതില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിനി അവരുടെ അടുത്തേക്ക് പോകട്ടോ. എമ്മൂട്ടിയിൽ വരുമ്പോൾ നമ്മൾ മിക്കവാറും വരുമ്പോഴെല്ലാം മേടിക്കും കേട്ടോ. അതേ ഈ പുറത്ത് ഔട്ട്ലെറ്റിൽ നിന്ന് മഗ്ഡിയുടെ ഐസ്ക്രീം മേടിക്കാം. അപ്പോൾ സിയാന് തൈലൊക്കെ ആവുമെന്ന് വെച്ചിട്ട് മറ്റേ അല്ലാണ്ടൊരു ഇതിലാണ് മേടിച്ച് കൊടുത്തത്. അപ്പോൾ അതൊക്കെ കൊണ്ട് കയറിയപ്പോൾ യാശു ഹാപ്പി. അങ്ങനെ നമ്മൾ നേരെ സിയാനെ കളിക്കാനും ഞങ്ങൾ അവിടെ ഇരിക്കാനും പോകും. യാച്ചുവാണോ? അവിടെ പോയി യാശുവിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ച കണക്ക് അറിയത്തില്ല. ഐസ്ക്രീമിൻ്റെ പുറയിലൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു ഐസ്ക്രീം ഫുള്ള് ഡ്രസ്സിലാക്കി. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പം ഇവിടെ കളിക്കാനായിട്ട് വന്നതാട്ടോ. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും ഫുഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നും ഇതൊക്കെ ഓഫുണ്ട് കേട്ടോ. ഈ കോംബോ ഓഫ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഏട്ടൻ അങ്ങോട്ട് പോയിക്കോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പോയി എന്തായാലും ഒരു സെറ്റ് മേടിക്കും. അവളെ കൂടെ കൊണ്ടുപോകും കളിക്കാൻ പ്ലീസ്.
ഇത് ടൈം എടുക്കുന്നുണ്ടോ 20-25 എടാ എനിക്കൊരു പാനിപ്പൂരി മേടിക്കണമെന്ന് ഞാൻ അന്ന് മേടിച്ചു. അവർ പോയി. ഞാൻ വെച്ച് അശ്വിനോട് കൊണ്ടുപോകുമ്പോഴത്തേന് എനിക്ക് സമാധാനം തരുന്ന പാനിപ്പൂരി കഴിക്കാമെന്നുണ്ടോ. അപ്പം ഞങ്ങൾ അയാവശ്യം പൈസ കഴിക്കുമല്ലേ, അവർ രണ്ടും കൂടെ കളിക്കാനായിട്ട് പോയി. അപ്പോൾ ഞാനിനി അതിൻ്റെ ഇടയ്ക്ക് പോകുന്നില്ല. ഇനിയിപ്പം യാശുവിന് ഐസ്ക്രീമും കൊടുത്തിട്ട് ഞാൻ വെച്ചു ഒരു സെറ്റ് പാനിപ്പൂരി മേടിച്ച് കഴിക്കാമെന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പാനിപ്പൂരി ആയിട്ടും പുറത്തൊന്നും മേടിച്ച് കഴിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഞാനൊരു ഫുഡ് ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഫുഡിൽ ഒന്ന് ഷവർമ്മ. അപ്പം ഇവിടെ ആണെങ്കിൽ ഒരു സെറ്റ് 6-5 കണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് 2 മേടിക്കാം. കാരണം സിയാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുഞ്ഞിന് കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തായാലും എനിക്ക് ഒരെണ്ണം മേടിച്ചിട്ട് ഞാൻ സിയാനും കൂടെ കൊടുക്കാം എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങൾ കയറി വന്നു കേട്ടോ അകത്തേക്ക്. ഞങ്ങളിനി അവരെ തപ്പി പോവാം. ഈ ഒരു റൈഡ് ഉണ്ടല്ലോ, സിയാൻ എപ്പോൾ വന്നാലും കയറും. അത് ആൾക്കാർ കൂടുതലാണെങ്കിൽ അവൻ കയറത്തില്ല, അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഡ്രൈവ് ചെയ്യണം. ഞാൻ പറയും എടാ ഇതൊക്കെ പണ്ട് ഞാൻ ന്യൂസിലാൻഡിൽ കളിച്ച റൈഡാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഇടിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വരുന്നതിലും കാണത്തില്ല. പക്ഷേ അവൻ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കാട്ടോ പോയി അതിൽ കയറുന്നത്. പിന്നെ അവിടെ നിന്ന് അലക്കുലുക്ക് സാധനങ്ങളൊക്കെ കയറും. ഈ ഒരു പാവയുണ്ടല്ലോ, ഇത് ഞാൻ എന്നും പോയി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് 2-3 പ്രാവശ്യം കിട്ടി, പക്ഷേ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് എനിക്ക് കിട്ടുന്നില്ല. അതിൻ്റെ സങ്കടത്തിൽ വീണ്ടും പിള്ളേരുടെ കൂടെ വേറെ റൈഡിലൊക്കെ പോകാറ്. സിയാൻ്റെ സ്കൂളിൽ നിന്നുണ്ടല്ലോ പിക്നിക്കിന് പോകുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ പോകണ്ട MOT കൊണ്ടുപോയാൽ കേട്ടോ. അതും കൂടെ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. യാശു ഭയങ്കര ഹാപ്പി കേട്ടോ. ഞാനും സന്തോഷമുണ്ട്. കാരണം ഞാൻ വെച്ച് ഇന്നത്തെ ദിവസം ഞാൻ പെട്ടുപോകുന്നു കേട്ടോ, കരച്ചിലൊക്കെ ആയിട്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞ് ഹാപ്പിയാണ്. കൈയുടെ പാനിപ്പൂരി മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ കേട്ടോ. എനിക്ക് സംഭവമൊന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യം, ബാക്കിയൊന്നും. ഇതിൻ്റെ ഇടയ്ക്ക് ഏട്ടനും വന്നിട്ട് 2 ബർഗർ മേടിച്ചു. അത് സിയാനും ഏട്ടനും കൂടെ മേടിച്ചു കേട്ടോ. എനിക്ക് പാനിപ്പൂരി വരുന്ന സമയം കൊണ്ട് ഇവർ ബർഗർ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ പാനിപ്പൂരി വന്നപ്പോഴത്തേന് പിന്നെ അത് തികഞ്ഞില്ല കേട്ടോ. ആകെ 7 എണ്ണം ഉണ്ടായിരുന്നു. അവന് ചുമ്മാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ പൂരി, അത് കഴിച്ചാൽ മതി. ഈ ഒരു എന്താ പറഞ്ഞാൽ പുളിയുടെ വെള്ളം മറ്റേ മീൻ്റെ ഒന്നും ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തികഞ്ഞില്ല സത്യം പറഞ്ഞാൽ. 3 എണ്ണം കഴിച്ചു, എനിക്ക് കിട്ടിയുള്ളൂ. 3 അല്ല 4 എണ്ണം ഞാൻ കഴിച്ചു, 3 എണ്ണവും കഴിച്ചോളൂ. ഏട്ടന് സത്യം പറഞ്ഞാൽ വേണമെന്ന് പോലും ഞാൻ ചോദിച്ചില്ല. എനിക്ക് പറഞ്ഞിട്ടില്ല കുറച്ച് ചെറുതായിട്ട് ഒഴിച്ച്. ഇതൊരു മതി വല്ല തിരിയിപ്പിച്ച് ഇങ്ങനെ. അത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു മിനി ഫലൂദ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ ഏട്ടൻ മാത്രം കഴിച്ചാൽ മതി. കാരണം പാനിപ്പൂരി കഴിക്കുമ്പോൾ ഇതോടെ പോകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റും വരുമ്പോഴത്തേന് ആ ടേസ്റ്റ് അങ്ങ് വല്ലാണ്ടായി പോകും കേട്ടോ. പാനിപ്പൂരി മേടിച്ചത് എനിക്ക് സിയാനെ തികഞ്ഞില്ല കേട്ടോ. ഇതായിരിക്കും ഒരു സെറ്റിൽ 7 പീസാട്ടോ വരുന്നത്. ഞാൻ ഷെയർ ചെയ്ത് പറഞ്ഞാൽ 4 എണ്ണം എനിക്ക് 3 എണ്ണം ശാശുമിണ്ടായിരിക്കും. അങ്ങനെ സിയാൻ അവൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് വീണ്ടും എന്ത് യാശോ അമ്മയ്ക്ക്. അങ്ങനെ ഏട്ടൻ ഒരു സെറ്റ് പാനിപ്പൂരിയും കൂടെ മേടിക്കാൻ പോയി കേട്ടോ. അതോ അവിടെ നിൽപ്പുണ്ട്. ഇനി 4 എണ്ണം എനിക്ക് 3 എണ്ണം ചെയ്യാൻ. അതൊഴിച്ചേ ഈ ഒരു ഔട്ട്ലെറ്റിലേക്ക് വന്നത് ഞാൻ കുറച്ച് ലിപ് ഷെയ്ഡ്സ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേന് ആ ഷെയ്ഡ് സ്റ്റോക്ക് ഔട്ട് ആയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാട്ടോ. ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ പാനിപ്പൂരി മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. പാനിപ്പൂരി കഴിക്കുമ്പോൾ ബാക്കി അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഫലൂദ, ബർഗർ ഇതൊന്നും ഞാൻ ടേസ്റ്റ് പോലും ചെയ്തിട്ടില്ല. ടേസ്റ്റ് ചെയ്താൽ പിന്നെ അത് ശരിയാവത്തില്ല കേട്ടോ. രാത്രി ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാൻ ഏട്ടൻ ചോദിച്ചപ്പോഴത്തേന് ആദ്യം ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് എന്തെങ്കിലും കഴിക്കണം. അവന് പുറത്തിറങ്ങി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ ഞങ്ങൾ നമ്മളുണ്ടല്ലോ ഫുഡ് കഴിക്കാനായിട്ട് ബേക്കറിയിൽ നമ്മുടെ അടുത്ത് തന്നെ വരുന്ന വഴിക്ക് അങ്ങനെ നമ്മൾ 2 പ്ലേറ്റ് ഷവർമയും ഒരു പൈനാപ്പിൾ ലൈമും ഒക്കെ കഴിച്ചിട്ട് ഇതാ വരും കേട്ടോ. നമ്മൾ പോയിട്ടൊക്കെ എത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വന്നു, ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് വെച്ച കുറച്ച് ഫുഡൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ പറക്കി ഫ്രിഡ്ജിൽ വെക്കണം. ഇനി നാളെ കുറച്ച് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പുറകിലാണ്. സാറ്റർഡേ സൺഡേ അങ്ങനെ കഴിയാതെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരെ